തെരുവുനായ്ക്കളുടെ ആക്രമണ ഭീതിയിൽ കഴിയുകയാണ് കോഴിക്കോട് നാദാപുരം പ്രദേശവാസികൾ. 3 മാസത്തിനിടെ 50-ലധികം പേർക്കാണ് ഇവിടെ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പരിക്കേൽക്കുന്നവർക്ക് മതിയായ ചികിത്സ ലഭിക്കാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ 50-ലധികം പേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇതിൽ പലരുടെയും പരിക്ക് ഗുരുതരമായിരുന്നു. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി 4 വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടതും വാർത്തയായിരുന്നു. വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വ്യാഴാഴ്ച വൈകിട്ട് വളയം ഭാഗത്ത് 3 പേർക്കാണ് പുതുതായി കടിയേറ്റത്. ഇതിൽ 4 വയസ്സുകാരന്റെ പരിക്ക് ഏറെ ഗുരുതരമായിരുന്നു. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് കുട്ടിയെ തെരുവുനായ ആക്രമിച്ചത്. നഗരപ്രദേശങ്ങളിൽ എന്ന പോലെ ഗ്രാമപ്രദേശങ്ങളിലും തെരുവുനായ്ക്കളുടെ ക്രമാതീതമായ വർധനമാണ് ഉണ്ടാകുന്നത്. അക്രമകാരികളായ നായകളെ ഭയന്ന് വിദ്യാർത്ഥികളടക്കമുള്ളവർ ഏറെ ഭീതിയോടെ യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇടവയിൽ വെച്ച് എൻ്റെ ബൈക്കിന് പിന്നാലെ ഓടി വന്ന് കാലിന് കടിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബൈക്കിൽ നിന്ന് വീണ സമയത്താണ് പട്ടി ചെരുപ്പും കടിച്ച് ഓടിക്കളഞ്ഞത്. അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ വന്ധ്യംകരണം ചെയ്ത് ABC കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നാണ് നിയമം. എന്നാൽ മേഖലയിലെ ഒരു പഞ്ചായത്തിലും ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല. ഗുരുതര പരിക്കേൽക്കുന്നവർക്ക് നാദാപുരം, വളയം എന്നിവിടങ്ങളിൽ ആവശ്യമായ കുത്തിവെപ്പ് സൗകര്യം പോലും ഇല്ലാത്തതും പ്രതിസന്ധിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയോ മറ്റ് സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.